മകൻ സംഭവത്തെ പറ്റി പറയുന്നത് അവന് ഭാര്യ വീട്ടിലുള്ള സമയത്താണ് ഫോൺ വന്നത്. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് വരാമെന്നും പറഞ്ഞ് അവൻ പോയി അവനാരോ കാണാനുള്ളവരെ കണ്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഭാര്യ വീടിൻ്റെ 1/2 കിലോമീറ്റർ ദൂരെ വെച്ചും കണ്ടാണ് 2 കാറും ഒരു ലോറി ഫോളോ ചെയ്തും അവനെ നിർത്തിയിട്ടും ഈ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി അവരെ വണ്ടിയിലേക്ക് കയറ്റി. പിന്നെ എന്താണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അവൻ പറയുന്നത് അതിൽ 10 പേരുണ്ടായിരുന്നു 2 വണ്ടിയിലും കൂടെയെന്ന്. അവരെല്ലാവരും കൂടിയാണ് നല്ല ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കാണാനുണ്ട്. അതിൻ്റെ 2 കണ്ണും ഞങ്ങളോട് പറഞ്ഞത് മലപ്പുറം അതിനെ കൊണ്ടുപോയത് വയനാട്ടിലേക്കാണ്. വൈത്തിരി അവിടേക്കാണ് കൊണ്ടുപോയത്. നല്ല മർദ്ദിച്ചിട്ടുണ്ട്. നല്ല മർദ്ദിച്ച് അവന് തീരെ നടക്കാൻ വരെ പറ്റുന്നു. ഇന്നൊക്കെ നല്ല വേദന. അവനോട് 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. 10 ലക്ഷം അമ്പായത്തോട് ഉള്ള ഭാഗത്തുള്ളവരാന്നാണ് കേട്ടത്. ഞങ്ങൾക്ക് അറിയില്ല എവിടെ ഉള്ളതാണെന്നൊന്നും. അവിടെയുള്ള ആളാണ് ഇപ്പോൾ ഇവിടെ പിടിച്ചതിലുള്ളത്. അവനോട് 10 ലക്ഷം രൂപ വേണം എന്നാലേ വിടുള്ളൂ എന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു ഞാനും പൈസയിട്ടുള്ള ഇടപാടുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ അത് അവനെ കൂടെ പറയിപ്പിച്ചതാണ്. ഞങ്ങളെ വിളിച്ചും കണ്ട് മകനെ രാവിലെ നിങ്ങൾ തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ രാവിലെ തരണം. നിങ്ങൾ പൈസ എല്ലാം കൊടുത്തോ? ഇല്ല, ഞങ്ങളൊന്നും കൊടുത്തില്ല. ഇല്ലല്ല അത് കൊടുക്കാന്ന് അവർക്ക് തിങ്കളാഴ്ച വരെ ഞങ്ങൾ അവധി കൊടുത്ത് എന്താ ഞങ്ങളെ മകനൊന്നും പറ്റരുതല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് രാത്രി വീട്ടിൽ നിന്ന് പോയ സമയത്ത് വിളിച്ച് ഇതേ ടീം തന്നെയാണ് വിളിച്ചത്, വീട്ടിൽ പുറത്തേക്ക് വിളിച്ചിറക്കിയത്? അല്ല, അത് വേറെ ടീമാണ്. രാത്രി എന്തിനാ പുറത്തേക്ക് പോയത്? എന്തിനാന്ന് പറഞ്ഞു? അവനാരോ കാണാൻ വേണ്ടിയാണ് പോയത്. അത് അവനറിയുന്ന ഫ്രണ്ട് വിളിച്ചിട്ടാണ് പോയത്. ആ ഫ്രണ്ട് വിളിച്ച് പോയി അവരെ കണ്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ട് അവനെ നിർത്തിക്കാണ്ട് സംഭവം മറ്റേ വണ്ടിയിലേക്ക് കയറ്റിയത്. അങ്ങനെ അവനെ നേരെ കൊണ്ടുപോയത് വയനാട് വൈത്തിരിയിലേക്കാണ് കൊണ്ടുപോയത്. അവനോട് പറഞ്ഞത് മലപ്പുറത്താണെന്ന് പറയാൻ ഒരു പറയുന്ന അടിസ്ഥാനത്തിലാണ് മകൻ പറഞ്ഞത്.